Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിവൈസ് വളരെ അഫോർഡബിളും അല്ലെങ്കിൽ എൻട്രി ലെവൽ സെഗ്മെന്റിൽ വരുന്ന ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. Redmi A1 ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ വില 6499 രൂപയാണ്. അപ്പോൾ 7000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഫോണാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയാം. അപ്പോൾ ഇതിപ്പോൾ ദീപാവലി ഓഫറായിട്ട് 5849 രൂപയ്ക്ക്, അതായത് ദീപാവലി വിത്ത് മീ എന്ന് പറഞ്ഞ ഓഫറിൽ നിങ്ങൾക്ക് 5849 രൂപയ്ക്ക് ഇത് കിട്ടും. അത് കാർഡ് ഓഫേഴ്സും ബാക്കി ഓഫേഴ്സൊക്കെ ചേർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് 6000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ വാങ്ങിയാൽ കിട്ടും. ഇന്ന് മുതലാണ് ഇത് സെയിൽ തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് Redmi A1. അപ്പോൾ 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്: ബ്ലാക്ക്, ബ്ലൂ ആൻഡ് ഗ്രീന്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് Redmi A1 ആണ്. ഇവിടെ നമുക്ക് കാണാം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 6.52 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. 10 watt ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹീലിയോ A22 പ്രോസസ്സറാണ്. 2 GHz പ്രോസസ്സറാണ്. LPDDR4X റാം ആണ്. 8 MP ക്യാമറയാണ്, റിയർ ക്യാമറയാണ് വരുന്നത്. 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. കണ്ടില്ലേ ഇവിടെ ഫ്രെയിം. പിന്നെ പ്രീമിയം ലെതർ ലൈക്ക് ടെക്സ്ചറാണ് വരുന്നത്. ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സപ്പോർട്ട് ഉണ്ട്. കാരണം ബഡ്ജറ്റ് സെഗ്മെന്റിൽ അതൊരു വേണ്ട ഫീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2+1 സ്ലോട്ട് ഉണ്ട്. USB OTG, പിന്നെ വോയിസ് ഓവർ വൈഫൈ, അപ് ടു 512 GB എക്സ്പാൻഡബിൾ സ്റ്റോറേജ് സപ്പോർട്ട് ഉണ്ട്. സ്പ്ലാഷ് റെസിസ്റ്റന്റ് ഡിസൈൻ ഉണ്ട്. ഡ്യുവൽ വോൾട്ടേജ് വിത്ത് വോയിസ് ഓവർ വൈഫൈ ഫീച്ചറും ഇൻക്ലൂഡ് ആണ്. യൂണിബോഡി കർവ് ഡിസൈൻ. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തുറക്കാം. തുറന്നിട്ട് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഡിവൈസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസ്. ഞാൻ ഡിവൈസിലേക്ക് വരാം, ബാക്കി എന്താണെന്നും കൂടി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു കേബിളാണ്, ചാർജിങ് കേബിളാണ്, സ്റ്റാൻഡേർഡ് കേബിളാണ്. പിന്നെ ഒരു 10 watt അഡാപ്റ്റർ ഉണ്ട്. ഷവോമിൻ്റെ സ്റ്റാൻഡേർഡ് 10 watt അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം 5 volt 2 ampere 10 watt അഡാപ്റ്ററാണ് വരുന്നത്. പിന്നെ ഒരു ബുക്കിലെറ്റ് മാനുവലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ബോക്സൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം, ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതാണ് Redmi A1. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രീൻ കളറാണ്. പിന്നെ ഒരു ബ്ലൂവും ബ്ലാക്കും ഉണ്ട്. നമുക്കിതൊക്കെ ഒന്ന് പീൽ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഇതിലൊരു നല്ലൊരു ഫീൽ ഉണ്ട് ആക്ച്വലി. ലെതർ സ്റ്റൈൽ ബാക്ക് പാനലിൽ ഇത് ആക്ച്വലി പോളികാർബണേറ്റ് ആണ്, പക്ഷേ ആ ഒരു ഫിനിഷ് നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷ് ഉണ്ട്. അതേപോലെ നല്ല ഗ്രിപ്പ് ഉണ്ട്. നല്ലൊരു ടെക്സ്റ്റേർഡ് ഫിനിഷാണ്. ഇവിടെ നമുക്ക് ഡ്യുവൽ ക്യാമറയാണ്. 8 മെഗാപിക്സലാണ്. AI ക്യാമറ നീതി ചെയ്യണം. നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. കാരണം ഒരു ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ട ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ഈ സിം ട്രേയിൽ ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ടും SD കാർഡ് സപ്പോർട്ടും ഉണ്ട്. മുകളിൽ ഒരു സ്പീക്കർ യൂണിറ്റ് കാണാം. താഴെ മൈക്രോ USB ആണ് വരുന്നത്. അതേപോലെ എന്താ പറയുക, ഒരു 3.5mm ഓഡിയോ ജാക്കും ഇൻക്ലൂഡഡ് ആണ്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇതിൽ മൈക്രോ USB ആണ്. കാരണം ചാർജിങ് കേബിളിൽ ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മൈക്രോ USB ആണ് വരുന്നത്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് മൈക്രോ USB വരുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ ആക്ച്വലി ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് Redmi A1. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. അപ്പോൾ MIUI അല്ല വരുന്നത്, സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. നിങ്ങൾക്ക് കാണാം തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇല്ല. വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. നല്ല റെസ്പോൺസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ടത് നല്ലൊരു ക്ലീനർ അല്ലെങ്കിൽ ഒരു മിനിമൽ UI ആണ് വരുന്നത്. ഒരുപാട് ഹെവി UI ഒക്കെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലിട്ടാൽ ചിലപ്പോൾ ലാഗ് ചെയ്യും. അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇതുണ്ടല്ലേ, ഇതാണ് UI വരുന്നത്. എബൌട്ട് ഫോൺ Redmi A1 എഴുതിയത് കാണാം. അതേപോലെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഇതുണ്ടല്ലേ, 2 GB റാമും 32 GB സ്റ്റോറേജുമാണ്. LPDDR4X റാമാണ് വരുന്നത്. വളരെ മിനിമൽ UI ആണ് വരുന്നത്. കണ്ടില്ലേ, ഡിസ്പ്ലേ തീംസ് ഉണ്ട്. ആക്ച്വലി കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. വാൾപേപ്പേഴ്സ് ആൻഡ് തീംസ് സപ്പോർട്ടഡ് ആണ്. പിന്നെ ഡിസ്പ്ലേ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഡാർക്ക് തീം ഉണ്ട്, നൈറ്റ് ലൈറ്റ് ഉണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി UI നോക്കിക്കഴിഞ്ഞാൽ ബാക്കി കാര്യമായ ഒന്നും തന്നെയില്ല. വളരെ മിനിമൽ UI ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻഡ്രോയിഡ് 12 Go എഡിഷനാണ് വരുന്നത്. Go എഡിഷൻ കുറച്ചുകൂടെ ലൈറ്റ് വെയ്റ്റ് UI ആണ്. വളരെ മിനിമൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് മിനിമൽ UI ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 12 Go എഡിഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. വേറെ ഒരു തേർഡ് പാർട്ടി ആപ്സും ഇല്ല. എനിക്ക് തോന്നുന്നു 2-3 ആപ്സ് ഉള്ളത് MIUI തീംസും MIUI മ്യൂസിക്കും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ ഗൂഗിളിൻ്റെ ആപ്സാണ്.
കണ്ടില്ലേ ഗൂഗിളിൻ്റെ ഗാലറി, ജിമെയിൽ അങ്ങനത്തെ ഓപ്ഷൻസേ ഉള്ളൂ. വേറെ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇല്ല. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 70% കളർ ഗ്യാമറ്റാണ് വരുന്നത്. അപ്പോൾ നല്ല ഒരു എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നുന്നു. നല്ല വൈബ്രൻറ്റും വിവിഡും ഉണ്ട് ഡിസ്പ്ലേ. വ്യൂയിങ് ആംഗിൾസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു 6000 രൂപേൻ്റെ 6000 അല്ലെങ്കിൽ 7000 രൂപയുടെ ഫോണിന് വേണ്ട ഒരു ടച്ച് റെസ്പോൺസ് നല്ലതാണ്. ആക്ച്വലി കണ്ടില്ലേ നല്ലൊരു ടച്ച് റെസ്പോൺസ് ആണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഫീഡ്ബാക്കും ഉണ്ട്. അപ്പോൾ അതായത് നമുക്കിവിടെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് എടുക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് ആണ് വരുന്നത്. ഇതുണ്ടല്ലേ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ജസ്റ്റ് ഒന്നും കൂടെ പോകാം. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് അഡീഷണൽ ടോഗിൾസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഡേറ്റ സേവർ മോഡ്, ഹോട്ട്സ്പോട്ട്, സ്ക്രീൻ റെക്കോർഡിങ്, എക്സ്ട്രാ ഡീം ഓപ്ഷൻ, ഫോക്കസ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡിൻ്റെ ഗൂഗിളിൻ്റെ ഗോ എഡിഷനാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ക്യാമറയെ കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാമറ UI ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വീഡിയോ റെക്കോർഡിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതുണ്ടല്ലേ 1080p at 30 FPS സപ്പോർട്ട് ഉണ്ട്. നല്ല ഫീച്ചർ ഉണ്ട്. ഡെഫിനറ്റ്ലി ഫുൾ HD നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. പിന്നെ പോർട്രേറ്റ് മോഡ് ഉണ്ട്, ഫോട്ടോ മോഡ് ഉണ്ട്. പിന്നെ മോഡിൽ പോയി കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ഇതൊക്കെ ഉള്ളൂ. നൈറ്റ് മോഡ് ഇൻക്ലൂഡ് ആണ്, കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റാണ്. അപ്പോൾ നൈറ്റ് മോഡിൻ്റെ ഫംഗ്ഷനാലിറ്റി ഇതിനകത്തില്ല. HDR ഓപ്ഷൻ ഉണ്ട്, ലോട്ടോ HDR ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വളരെ ബേസിക് ക്യാമറയാണ്. 5 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം ഷവോമി Redmi A1 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് Redmi A1 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് Redmi A1 എടുത്ത ക്യാമറ സാമ്പിൾസ്. ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ് ഡെഫിനറ്റ്ലി. ഹീലിയോ A22 ആക്ച്വലി പറയുക കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു എൻട്രി ലെവൽ പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ അതുവരെ നമ്മളിപ്പോൾ കണ്ടില്ലേ കുഴപ്പങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. ലാഗ്സോ ഇഷ്യൂസ് ഒന്നും തന്നെ നമ്മൾ ഫേസ് ചെയ്തില്ല. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 2GB റാമും 32GB സ്റ്റോറേജുമാണ് വരുന്നത്. ബാറ്ററിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 5000 mAh HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി മോർ ദാൻ എ ഡേ ഈസിലി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു സെക്കൻഡറി ഫോണൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. 4G സപ്പോർട്ടും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് 10W ചാർജിങ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു Redmi A1ൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും. അപ്പോൾ ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസിങ് 6499 രൂപയാണ്. പക്ഷേ ഇപ്പോൾ ദിവാലി വിത്ത് മീ എന്ന് പറഞ്ഞ ഓഫറിലൂടെ നിങ്ങൾക്ക് 5849 രൂപയ്ക്ക് Redmi A1 നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ്. കാരണം ആൻഡ്രോയിഡ് ഗോ എഡിഷനാണ്, സ്റ്റോക്ക് UI ആണ് വരുന്നത്, ബ്ലോട്ട് വേസ് ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ വളരെ ക്ലീൻ ഇൻ്റർഫേസ് ആണ് വരുന്നത്. തേർഡ് പാർട്ടി ഓപ്ഷൻസോ കസ്റ്റമൈസേഷനോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതൊരു വളരെ നല്ല ആസ്പെക്റ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഹീലിയോ A22 പ്രോസസ്സറുമാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു Redmi A1ൻ്റെ അൺബോക്സിംഗ് ആൻഡ് സോൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.